അപ്പൊ ഗായ്സ് നമ്മൾ ഇന്നൊരു അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് വന്നിരിക്കുന്ന RC മിനി ട്രക്കാണ്. അതായത് ഒരു 2000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് മിനി ട്രക്കാണ്. ഇതിൽ നമുക്ക് ലോഡ് കപ്പാസിറ്റി 2 കിലോയോളം വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മിനിയാണ് ട്രക്കാണ്. ഇതിന്റെ ഫ്രണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ട്രക്കാണ്. നമുക്ക് ഇതിന്റെ ഡോറുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മിനി ട്രക്കാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രക്കാണ്. വളരെ ചെറിയൊരു മോട്ടറാണ്. ആ ചെറിയ മോട്ടർ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഒരു റിമോട്ട് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ബാക്ക് സ്റ്റീറിംഗ് കൺട്രോൾ പിന്നെ ലൈറ്റിന്റെ കൺട്രോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ബാറ്ററി കീറ്ററുള്ള ഒരു വർക്കിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്രക്കിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഈ റിമോട്ടിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലോക്കലാണ്. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ആവുന്നു എന്നല്ലാതെ വേറെ കൺട്രോളിംഗ് ഒന്നും റിമോട്ടിൽ വരുന്നില്ല. നമ്മുടെ ട്രക്ക് അടിപൊളിയാണ്. നമ്മളിവിടെ ഒരു പച്ച ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ബാറ്ററി ഇട്ട് സെറ്റപ്പ് ചെയ്യണം. അതുപോലെ ഇതിന്റെ ബാക്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പുക വരുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രക്കിന്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. ഡോറും അങ്ങനെയുള്ള ഒരു അതിൽ അലോയ് വീലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഉള്ളിലെ ഇന്റീരിയറിലാണ് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ABS പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. എന്നാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു 400 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് നമ്മുടെ ട്രക്കിന്. ഈ ഒരു ട്രക്കിന്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ഒരു ഫുൾ അൺബോക്സിംഗ് വീഡിയോ കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ട്രക്കിന്റെ ലൈറ്റ് വരുന്നത്. വെള്ള LED ലൈറ്റ് ആണ്, 2 എണ്ണമാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് സ്മോക്ക് വരുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ സ്മോക്ക് വരുന്നുണ്ട്. അതും കൂടി നമുക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ ട്രക്കുകളൊക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പുക വരുന്ന സംവിധാനം. ഇതിലൂടെ ഇങ്ങനെ നമുക്ക് കാണാം സ്മോക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ ചെറിയ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് സ്മോക്ക് ആയിട്ട് തോന്നുന്നു. രാത്രിയിലേക്ക് നല്ല രസമാണ്, നല്ലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് ട്രക്കിന്റെ കുറച്ച് ഓടിക്കുന്ന വീഡിയോസ് ഒക്കെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ട്രക്കിന്റെ ഒരു ഓവറോൾ വ്യൂ. നല്ല ഒരു പവർ ഉണ്ട്, അത്യാവശ്യം പവറുണ്ട്. ചെറിയ മോട്ടറാണെങ്കിലും നല്ലൊരു പവറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒട്ടും ഹൈറ്റ് ഇല്ല. ചെറിയ കട്ടറിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റക്കാണ്. കാരണം ഈ സ്റ്റീറിംഗിന്റെ ഫ്രണ്ട് വീലിന്റെ അവിടെ കൊണ്ട് വളരെ ഹൈറ്റ് കുറവാണ് വരുന്നത്. ഏകദേശം 1/16 സ്കെയിലാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു കാർബോർഡാണ്. കാർബോർഡ് വെറും ജസ്റ്റ് കാർബോർഡ് മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഒരു നോർമൽ കൺട്രോളിംഗ് ഒക്കെയാണ് കിട്ടുന്നത്. ലൈറ്റിന്റെ കാര്യത്തിലേക്ക് ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ബാറ്ററി ലൈഫ് ഒട്ടും തന്നെ കിട്ടുന്നില്ല. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ ആ ഒരു ബാറ്ററി വെച്ച് നമുക്കിത് ഓടിക്കാൻ പറ്റുള്ളൂ. സ്മോക്കൊക്കെ ഇട്ടുകൊണ്ടാണെങ്കിൽ. സ്മോക്കൊക്കെ ഇടാതെ ആണെങ്കിൽ കുറച്ചും കൂടി കിട്ടും, ചെറിയ വ്യത്യാസം കിട്ടും. പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളിൽ ഒരു സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ പുറകോട്ട് പോകുമ്പോൾ റിവേഴ്സ് ഓണൊക്കെ അടിക്കുകയും അതുപോലെ സൈഡിലോട്ട് തിരിക്കുമ്പോൾ സൈഡ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന ആ സൗണ്ടൊക്കെ നമുക്ക് കിട്ടും. ഒരു റിയൽ ട്രക്ക് ഓടിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും.